മുട്ടച്ചമ്മന്തി റോസ്റ്റ്. സംഭവം പേര് കേൾക്കുമ്പോൾ വലിയ ടീമായിട്ടൊക്കെ തോന്നും, പക്ഷേ നമ്മുടെ സ്വന്തം ആളാണ് കേട്ടോ. ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസമേ കടുക് പൊട്ടിച്ച് ചമ്മന്തി ഉണ്ടാക്കും. അന്ന് ഞാൻ തീരുമാനിക്കും വേറെ കറികളൊന്നും വേണ്ട, ഇതും മുട്ടയും കൂടിയിട്ട് സംഭവം സെറ്റാക്കിയിട്ട് എടുക്കാമെന്ന്. ഇത് മാത്രം ചൂട് ചോറിൽ തിരുമ്മി കഴിയുമ്പോൾ പ്രത്യേക സ്വാദാട്ടാ. കൂടെ പപ്പടം കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്ന് അങ്ങോട്ട് കണ്ടിട്ട് വരാം. നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചോട്ടെ, വേറെ ഓയിലൊന്നും യൂസ് ചെയ്യണ്ട. വെളിച്ചെണ്ണ ചൂടായാൽ കുറച്ച് കടുക് പൊട്ടിക്കാം. പിന്നെ ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള സവോള, അത് നമുക്ക് ചുവന്നുള്ളിയുണ്ടെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ എളുപ്പപ്പണി നോക്കുന്ന ദിവസം നമ്മൾ ചുവന്നുള്ളി ഒന്നൊക്കെ നിൽക്കണതിലൊന്നും അർത്ഥമില്ല. എന്തായാലും ഞാനെപ്പോഴും സവോള തന്നെ എടുക്കാറ്. ഒന്ന് ലൈറ്റായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ചേർക്കാം. സവോള വല്ലാണ്ട് മൂത്ത് അങ്ങനെ ഒന്നും വരേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. വീഡിയോയുടെ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തൊന്ന് മാത്രം. നിങ്ങൾക്ക് സാധാരണ മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ചുള്ള കുരുമുളകിൻ്റെ പൊടി ഞാൻ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് പൊടിയൊക്കെ നല്ലപോലെ മൂത്ത് പച്ചമണം പോയതിന് ശേഷം സവോളയുടെ അതേ വലുപ്പത്തിലുള്ള ഒരു തക്കാളിയും കൂടി ചേർത്തിട്ടുണ്ട്. അതും ഒന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക, ഒരു 5 മിനിറ്റ്. മസാല ഒന്ന് സെറ്റാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് 2 മുട്ട വേറെ പാത്രത്തിൽ പൊട്ടിച്ച് വെച്ച് കുറച്ച് ഉപ്പും കുരുമുളകും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കുരുമുളക് ഞാൻ ചേർത്തിട്ടില്ല, ഓൾറെഡി മസാലയിൽ അത്യാവശ്യം എരിവുണ്ടായിരുന്നു. എന്തായാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുരുമുളക് ചേർക്കാം കേട്ടോ. മസാല നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിൻ്റെ ഒരു സൈഡിലേക്ക് ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം സൈഡിലായിട്ട് നമ്മൾ പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുള്ള മുട്ടയും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുത്തി പൊരിച്ചെടുക്കുക കേട്ടോ. മസാലയുടെ കൂടെ തന്നെ മുട്ട ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ വിചാരിച്ച ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുകയും ചെയ്യില്ല. പിന്നെ മുട്ട വെവാത്ത പോലെ എനിക്ക് തോന്നുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ സൈഡിലേക്കാക്കിയിട്ട് ചെയ്യാറ്. മുട്ട ഒന്ന് മൊരിഞ്ഞ് ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ മസാലയും കൂടി മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇനിയാണ് നമ്മുടെ താരത്തിൻ്റെ കടന്നുവരവ്. നമ്മൾ കാലത്ത് ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടൈപ്പ് ചമ്മന്തി കേട്ടോ. ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. നാളികേരം ചെറിയതും ചുവന്നുള്ളിയും കുറച്ച് മുളക് പൊടിയും പിന്നെ പുളി വേണ്ടെന്നുള്ളവർക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വാളമുള്ളിയുടെ കഷ്ണങ്ങൾ ഇടുക കേട്ടോ. ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കണം, വെള്ളം ചേർക്കാണ്ട്. കടുകും കറിവേപ്പിലയും പൊട്ടിച്ചതിന് ശേഷം ഈ നാളികേരം ചതച്ചതും കൂടി മിക്സ് ചെയ്താൽ നമ്മുടെ ചമ്മന്തി സെറ്റായി. നല്ല പുളിയുള്ള തേങ്ങ ചട്നിയുടെ കൂടെ ഈ ഒരു ചമ്മന്തി നല്ലൊരു കോമ്പിനേഷൻ കേട്ടോ. ദോശയുടെയും അതുപോലെ തന്നെ ഇഡ്ഡലിയിലൊക്കെ കൂടെ ആ ചമ്മന്തിയാണ് ഞാൻ ഇന്ന് ഈ ഒരു കൂട്ടിലേക്ക് ചേർക്കണത്. ഇതിപ്പോൾ ഈ തരത്തിലുള്ള ചമ്മന്തി തന്നെ ആവണമെന്നില്ല കേട്ടോ. നമ്മുടെ തേങ്ങ ചമ്മന്തി ആയി കഴിഞ്ഞാൽ മതി. പിന്നെ പുളിയൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ഓൾറെഡി തക്കാളി ചേർക്കുന്നുണ്ട്. അപ്പോൾ ചമ്മന്തിയുടെ പുളിയൊക്കെ നോക്കിയിട്ട് വേണം രണ്ടും കൂടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും കുറച്ച് പുളിയുള്ള ഒരു ഐറ്റം കേട്ടത്. ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതൊക്കെ റെസിപ്പിയാണോ, അതൊക്കെ വലിയ കാര്യമുള്ള കേസാണോ എന്നൊക്കെ പറയുന്നവരോട് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ എൻ്റെ പ്രൊഫൈലിൽ ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഞാൻ വലിയ പാചകക്കാരിയൊന്നുമല്ല. എൻ്റെ അനുഭവങ്ങളും ചെറിയ ചെറിയ ഓർമ്മകളൊക്കെയാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. പിന്നെ ഭക്ഷണത്തിനോടും പാചകത്തിനോടുള്ള അതിയായിട്ടുള്ള ഇഷ്ടം, അതൊക്കെയാട്ടോ ഈ ഒരു പേജ് തുടങ്ങാനും ഇങ്ങനെ വീഡിയോ ഇടാനൊക്കെ എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അതിന് പേരിലും വേറെ കുറേ കഥകളൊക്കെ ഉണ്ട്. എന്തായാലും എൻ്റെ ഫോളോവേഴ്സിനും വ്യൂവേഴ്സിനും ഒരു ഉറപ്പ് ഞാൻ എപ്പോഴും തരാം, ഞങ്ങൾ ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടിട്ട് തൃപ്തിയായിട്ടുള്ള റെസിപ്പീസ് മാത്രം ഞാനിവിടെ അപ്ലോഡ് ചെയ്യുള്ളൂ. പിന്നെ ഒരിക്കലും വലിയ വലിയ റെസിപ്പികളും രുചിക്കൂട്ടുകളൊന്നും എൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യരുത്.